വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് തന്നിരിക്കുന്ന ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് പ്രകാരം എങ്ങനെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഐറ്റംസ് വായിക്കുന്ന സമയത്ത് തന്നെ സൈഡിൽ വേണം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ വരുന്നതെന്ന്. ബാലൻസ് ഷീറ്റിൽ തന്നെ അസറ്റ് സൈഡാണോ ലാബിലിറ്റി സൈഡാണോ നമുക്ക് ഒരിക്കൽ വായിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ തന്നെ സൈഡിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് രണ്ട് സ്ഥലത്ത് മിനിമം കാണിക്കേണ്ടി വരും. ട്രയൽ ബാലൻസ് രൂപത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ കാണിക്കേണ്ടി വരും. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ കാണിക്കണ്ടൂ. ട്രയൽ ബാലൻസിന് വെളിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ട് സ്ഥലത്ത് കാണിച്ചിരിക്കണം. കാരണം അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അത് ഇതുവരെ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇനി ഐറ്റംസ് നോക്കാം. ഫസ്റ്റ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എവിടെ കാണിക്കണം? യെസ്, ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ? യെസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. വേജസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. സാലറി, യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. പർച്ചേസസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. റെന്റ് ആൻഡ് റേറ്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. സെയിൽസ്, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റിലാണത് കാണിക്കേണ്ടത്. അഡ്വർടൈസ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ. ക്യാഷ് ഇൻ ഹാൻഡ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ്. ക്യാഷ് അറ്റ് ബാങ്ക്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ്. സൺട്രി ഡെറ്റേഴ്സ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ്. ഫർണിച്ചർ, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ്. ക്രെഡിറ്റേഴ്സ്, ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൽ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഐറ്റംസ് ഒന്നുകിൽ എക്സ്പെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അസറ്റ് ആയിരിക്കും. ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഐറ്റംസ് ഒന്നുകിൽ ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ ലാബിലിറ്റിയോ ക്യാപിറ്റലോ ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസസ് ആയിട്ട് എന്തൊക്കെ ഐറ്റമാണോ തന്നിരിക്കുന്നത് അത് ഒന്നുകിൽ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ലാബിലിറ്റി, അല്ലെങ്കിൽ ഇൻകം ആയിരിക്കും. അതുപോലെ ഡെബിറ്റ് ബാലൻസസ് ആയിട്ട് തന്നിരിക്കുന്നത് ഒന്നുകിൽ എക്സ്പെൻസ് ആയിരിക്കും, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് അസറ്റ് സൈഡിൽ കാണിച്ചിരിക്കണം. നെക്സ്റ്റ് വരുന്നത് സ്റ്റോക്ക് ഓൺ 31 December 2020 ഈസ് 8,800. അത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്ത് കാണിക്കണം. കാരണം ട്രയൽ ബാലൻസിന് അകത്തല്ല നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കണം. രണ്ട് സ്ഥലത്ത് കാണിച്ചിരിക്കണം. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് വരിക. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 December 2020. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് നമുക്ക് മനസ്സിൽ ഓർമ്മ വേണം. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റമാണ് നമുക്ക് വായിച്ച പ്രകാരം വരാനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ക്യാപിറ്റൽ, അത് വരില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ഓപ്പണിംഗ് സ്റ്റോക്ക് 3,400. വേജസ്. വേജസ് എന്ന് പറയുന്നതും ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. പക്ഷെ നമുക്ക് അതിന് മുന്നേ കാണിക്കേണ്ട ഒരു ഐറ്റം ഉണ്ട്, പർച്ചേസസ്. ഇപ്പോൾ പർച്ചേസസ് കാണിച്ചതിന് ശേഷം നമുക്ക് വേജസ് കാണിക്കാം. ഇപ്പോൾ ഇവിടെ പർച്ചേസസ് പറയുന്നുണ്ട് 18,500. അപ്പോൾ പർച്ചേസസ് 18,500 ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അതിന് ശേഷം ഡയറക്റ്റ് എക്സ്പെൻസസ് മുഴുവനും കാണിക്കാം.
ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത് വേജസ് 1600 ഉണ്ട്, അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക വേജസ് 1600. പിന്നെ സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, റെന്റ് ആൻഡ് റേറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് 32,500 ആണ്, അത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഡ്രോയിങ്സ് ഇതൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാത്ത ഐറ്റംസ് ആണ്. അഡ്വർടൈസ്മെന്റ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺഡ്രി ഡെറ്റേഴ്സ്, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ് വേറെ ഒന്നും തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരില്ല. ഇനി അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ഐറ്റം തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്. അത് എഴുതാൻ വേണ്ടി മറന്നു പോകരുത്, അത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ക്ലോസിംഗ് സ്റ്റോക്ക് 8,800. ഇതോടുകൂടി ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ട ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടുന്നത് 41,300. ബാലൻസ് ആയിട്ട് വരുന്നത് 17,800. അതിന് നേർക്ക് എഴുതുക ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. ഇനി ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് ബ്രോ ഡൗൺ ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 17,800. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, അതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മുഴുവനും ഡെബിറ്റ് സൈഡിലും ഇൻഡയറക്റ്റ് ഇൻകം കംപ്ലീറ്റ് ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം ഒന്നുകൂടി നോക്കാം. ക്യാപിറ്റൽ, ഓപ്പണിംഗ് സ്റ്റോക്ക്, വേജസ്. പിന്നെ വരുന്ന ഐറ്റമാണ് സാലറി. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. സാലറി 1,500. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. സാലറീസ് 1,500. പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. റെന്റ് ആൻഡ് റേറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക റെന്റ് ആൻഡ് റേറ്റ്സ് 2,000. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ കിട്ടിയെന്ന് പറയുമ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ഇൻട്രസ്റ്റ് റിസീവ്ഡ് 1,200. സിമിലർലി ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് കിട്ടിയതും അതേപോലെ കാണിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ഡിസ്കൗണ്ട് റിസീവ്ഡ് 300. ഡ്രോയിങ്സ് വരില്ല, ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. പിന്നെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റാണ്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക അഡ്വർടൈസ്മെന്റ് 500. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺഡ്രി ഡെറ്റേഴ്സ്, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ് അതെല്ലാം ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 19,300. അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത് 15,300. അതിന് നേർക്ക് എഴുതുക നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതോടുകൂടി ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനിൽ നമുക്ക് വീണ്ടും ഐറ്റംസ്, ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലും ലാബിലിറ്റി സൈഡിലും മാറ്റി മാറ്റി എഴുതാം. ഫസ്റ്റ് വരുന്ന ഐറ്റമാണ് ക്യാപിറ്റൽ 15,000. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക ക്യാപിറ്റൽ 15,000. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് എഴുതുക, കാരണം കറണ്ട് ലാബിലിറ്റിയും ഫിക്സഡ് ലാബിലിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ, ലോങ് ടേം ലാബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാനുള്ള സ്പേസ് വിട്ടതിന് ശേഷം ക്യാപിറ്റൽ കാണിക്കുക ക്യാപിറ്റൽ 15,000. ഇനി ഈ ക്യാപിറ്റലിനോട് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇപ്പം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത് 15,300 റുപ്പിയാണ്. അത് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യണം. സോ ആഡ് നെറ്റ് പ്രോഫിറ്റ് 15,300. ഇപ്പോൾ 30,300 നമുക്ക് ടോട്ടൽ കിട്ടി. ഇനി ഇതിനോട് നമ്മൾ ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡ്രോയിങ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 2,000 റുപ്പിയാണ്. അത് ഇതിൻ്റെ അകത്ത് ലെസ് ചെയ്യുക. ലെസ് ഡ്രോയിങ്സ് 2,000. നെറ്റ് എമൗണ്ട് ലാബിലിറ്റി സൈഡിൽ കാണിക്കുക 28,300. നെക്സ്റ്റ് വരുന്ന ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്, വേജസ്, സാലറി, പർച്ചേസസ്, റെന്റ് ആൻഡ് റേറ്റ്സ്, സെയിൽസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡ്രോയിങ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അഡ്വർടൈസ്മെന്റ് അതൊന്നും വരില്ല. ഇനി വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് അസറ്റാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ അസറ്റ് സൈഡിൽ കാണിക്കുക ക്യാഷ് ഇൻ ഹാൻഡ് 2,500. സിമിലർ ആയിട്ട് വരുന്ന മറ്റൊരു ഐറ്റാണ് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്കും അസറ്റ് സൈഡിൽ തന്നെ കാണിക്കേണ്ട ഐറ്റാണ്. ഇപ്പോൾ അസറ്റ് സൈഡിൽ കാണിക്കുക ക്യാഷ് അറ്റ് ബാങ്ക് 6,000. സൺഡ്രി ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പൈസ കിട്ടാനുള്ളതാണ്.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈസ കിട്ടുവാണ് വേണ്ടത്, അവരിൽ നിന്നും പൈസ കിട്ടുവാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അതൊരു അസറ്റാണ്. അത് അസറ്റ് സൈഡിൽ കാണിക്കുക. സൺട്രി ഡെറ്റേഴ്സ് 8,000. ഫർണിച്ചർ 7,000. ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, ഫിക്സഡ് അസറ്റാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക ഫർണിച്ചർ 7,000. നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റേഴ്സ്. നമ്മൾ പൈസ കൊടുക്കേണ്ടതാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലാബിലിറ്റിയാണ്. ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക ക്രെഡിറ്റേഴ്സ് 4,000. നെക്സ്റ്റ് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് മറന്നുപോയത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന ഐറ്റമാണ്. ആ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ അസറ്റ് സൈഡിൽ കാണിക്കുക ക്ലോസിംഗ് സ്റ്റോക്ക് 8,800. ഇതോടുകൂടി ബാലൻസ് ഷീറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് കംപ്ലീറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 32,300. ലാബിലിറ്റി സൈഡും അസറ്റ് സൈഡും രണ്ടും ഈക്വലായിട്ട് കിട്ടും. ഇനി അടുത്തൊരു എക്സാമ്പിൾ. ദി ഫോളോയിങ് ഈസ് ദി ട്രയൽ ബാലൻസ് ഓഫ് എ ട്രേഡർ ആസ് ഓൺ 31st March 2021. അതിൽ തന്നിരിക്കുന്ന ഐറ്റംസ് ക്യാപിറ്റൽ 40,500 ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. പർച്ചേസസ് ആൻഡ് സെയിൽസ്, പർച്ചേസസും ഉണ്ട് സെയിൽസും ഉണ്ട്. അതിൽ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്നത് 45,000ഉം ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്നത് 72,000 ആണ്. ശ്രദ്ധിക്കുക, ഡെബിറ്റ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അസറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്പെൻസസ് ആയിരിക്കും. അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. അതുപോലെ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ റവന്യൂ ആയിരിക്കും, ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ അത് ലാബിലിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, അല്ലെങ്കിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. അപ്പോൾ പർച്ചേസസ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ 45,000 തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡെബിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന 45,000 എന്ന് പറയുന്നത് എന്തായിരിക്കാം? പർച്ചേസസ് ആയിരിക്കുമോ സെയിൽസ് ആയിരിക്കും? അത് പർച്ചേസസ് ആയിരിക്കും, നമ്മുടെ ചിലവാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അത് പർച്ചേസ് ആയിരിക്കും. ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ തന്നിരിക്കുന്ന 72,000 എന്ന് പറയുന്നതോ? ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ തന്നിരിക്കുന്ന 72,000 എന്ന് പറയുന്നത് സെയിൽസ് ആയിരിക്കും. അപ്പോൾ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ തന്നിരിക്കുന്ന 45,000 എന്ന് പറയുന്നത് പർച്ചേസസും ക്രെഡിറ്റ് കോളത്തിൽ തന്നിരിക്കുന്ന 72,000 എന്ന് പറയുന്നത് സെയിൽസും ആയിരിക്കും. നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ ആൻഡ് സെയിൽസ് റിട്ടേൺ. പർച്ചേസ് ആൻഡ് സെയിൽസ് റിട്ടേൺ ആണ്. ഡെബിറ്റിൽ 2,000ഉം ക്രെഡിറ്റ് കോളത്തിൽ 3,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും പർച്ചേസ് റിട്ടേൺ, ഏതായിരിക്കും സെയിൽസ് റിട്ടേൺ? പർച്ചേസസിന് സാധാരണ ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. കൂടെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ക്രെഡിറ്റിൽ തന്നിരിക്കുന്ന 3,000 ആണ്. സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് ഡെബിറ്റിൽ തന്നിരിക്കുന്ന 2,000 ആണ്. അപ്പോൾ സെയിൽസിന് സാധാരണ ക്രെഡിറ്റ് ബാലൻസ് ആണ്, സെയിൽസ് റിട്ടേണിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അതറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നെക്സ്റ്റ്, സ്റ്റോക്ക് ഓൺ 1st March 2020. 1st March 2020 എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷാവസാനം ഏതാണ്? 31st March 2021 ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റോക്കാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയാണ് കാണിക്കുക? യെസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ്. സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്. റെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്. കമ്മീഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക, പക്ഷേ ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ? കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എമൗണ്ട് തന്നിരിക്കുന്നത് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ് 700. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 700 എന്ന് തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം കമ്മീഷൻ റിസീവ്ഡ് ആണ്, കമ്മീഷൻ കിട്ടിയതാണ്, അത് നമ്മുടെ ഇൻകമാണ്. ഇൻകം അല്ലെങ്കിൽ ലാബിലിറ്റി ആയിരിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇൻകമാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. സിമിലർലി ഡിസ്കൗണ്ടും ക്രെഡിറ്റിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. വേജസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ക്യാരേജ് ഓൺ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ക്യാരേജ്, ദാറ്റ് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. നെക്സ്റ്റ്, ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കണം, 9,000ഉം 6,000ഉം തന്നിട്ടുണ്ട്. ഡെബിറ്റിൽ തന്നിരിക്കുന്ന 9,000 എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് ആയിരിക്കും. ക്രെഡിറ്റ് എമൗണ്ടിൽ തന്നിരിക്കുന്ന 6,000 എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. ഇപ്പോൾ 9,000 എന്ന് പറയുന്നത് ഡെറ്റേഴ്സും
ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ തന്നിരിക്കുന്ന 6000 എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സും ആയിരിക്കും. അപ്പോൾ അത് ഡെറ്റേഴ്സ് അസറ്റ് സൈഡിലും ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി സൈഡിലും കാണിക്കണം. മെഷീനറി അസറ്റ് സൈഡിൽ കാണിക്കണം, ഫർണിച്ചർ അസറ്റ് സൈഡിൽ കാണിക്കണം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ ലാസ്റ്റ് പറയുന്നതാണ് സ്റ്റോക്ക് ആസ് ഓൺ 31st March 2021 ഈസ് ₹21,000. 31st March 2021 എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ഡേറ്റ് ആണ് അല്ലേ. അപ്പോൾ അത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അത് ട്രയൽ ബാലൻസിന് വെളിയിലാണ് തന്നത്. അതുകൊണ്ട് തന്നെ അത് 2 സ്ഥലത്ത് കാണിക്കണം. എവിടെയൊക്കെ ആയിരുന്നു? യെസ്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് നമുക്ക് വരാം. അപ്പോൾ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് വരിക. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2021. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്ക്. ആ ഫോർമാറ്റ് കൃത്യമായിട്ടൊന്ന് ഓർമ്മ വെക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കാണ് എഴുതേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നതിലുണ്ടല്ലോ. 4ാമത്തെ ഐറ്റം സ്റ്റോക്ക് ഓൺ 1st March 2020 15,000. അത് ആദ്യം രേഖപ്പെടുത്തും. ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000 ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. നെക്സ്റ്റ് പർച്ചേസസ് ആണ്. പർച്ചേസസും സെയിൽസും തന്നിട്ടുണ്ട്. അതിൽ പർച്ചേസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആയിട്ടുള്ള ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ പർച്ചേസസ് 45,000 ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പക്ഷേ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന സമയത്ത് അതിന് പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി ലെസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ വേണ്ടി. അപ്പോൾ പർച്ചേസസ് 45,000 എന്ന് പറയുന്നത് ഇന്നർ കോളത്തിൽ വേണം കാണിക്കാൻ വേണ്ടി. നെക്സ്റ്റ് പർച്ചേസസ് റിട്ടേൺ ലെസ് ചെയ്യുക. പർച്ചേസസ് റിട്ടേൺ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ 3,000 റുപ്പി ആയിരിക്കും പർച്ചേസ് റിട്ടേൺ. അത് അതിൻ്റെ അകത്ത് ലെസ് ചെയ്യുക. 45,000 ലെസ് പർച്ചേസ് റിട്ടേൺ 3,000. ഔട്ടർ കോളത്തിൽ കാണിക്കുക 42,000. സിമിലർലി സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ആയിട്ടാണ് സെയിൽസ് 72,000. അതിൻ്റെ അകത്ത് നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യണം. സെയിൽസ് റിട്ടേണിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലെസ് സെയിൽസ് റിട്ടേൺ 2,000. ഇപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക 72,000 ലെസ് സെയിൽസ് റിട്ടേൺ 2,000. ഔട്ടർ കോളത്തിൽ കാണിക്കുക 70,000. നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, സാലറി, റെൻറ്റ്, കമ്മീഷൻ, ഡിസ്കൗണ്ട്, വേജസ്. വേജസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക വേജസ് 1,500. അതുപോലെ ക്യാരേജ് ഓൺ പർച്ചേസസ്. ക്യാരേജ് ഓൺ പർച്ചേസസ് എന്ന് പറയുമ്പോൾ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ക്യാരേജ് ആണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ കാണിക്കേണ്ടി വരും? യെസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ക്യാരേജ് ഓൺ പർച്ചേസസ് 500. നെക്സ്റ്റ് വേറെ ഐറ്റം ഒന്നുമില്ല. പിന്നെ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമാണ്. അത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ക്ലോസിംഗ് സ്റ്റോക്ക് 21,000. നെക്സ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ കിട്ടുന്നത് 91,000. അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത് 32,000. അതിന് നേർക്ക് എഴുതുക ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുക. ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 32,000. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഡെബിറ്റ് സൈഡിലും ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. ഇനി ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ, പർച്ചേസസ്, പർച്ചേസ് റിട്ടേൺ, സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, സാലറി. സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക സാലറി 3,050. നെക്സ്റ്റ് വരുന്നതാണ് റെൻറ്റ്. റെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക റെൻറ്റ് 1,250. നെക്സ്റ്റ് കമ്മീഷൻ 700. കമ്മീഷൻ 700 എന്ന് പറയുമ്പോൾ അത് നമ്മുടെ റെസീറ്റ് ആണ്, നമുക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻകം ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക കമ്മീഷൻ 700. സിമിലർലി ഡിസ്കൗണ്ട് 300. അതും ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അതും നമ്മുടെ ഇൻകം ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ഡിസ്കൗണ്ട് റിസീവ്ഡ് 300.
നെക്സ്റ്റ് വേജസ്, ക്യാരേജ് ഓൺ പർച്ചേസസ്, ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ഫർണിച്ചർ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടലായിട്ട് വരുന്നത് 33,000 വരും. അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത് 28,700. അതിന് നേർക്ക് എഴുതുക നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി വരുന്നത് ബാലൻസ് ഷീറ്റാണ്. അതിൻ്റെ ഫോർമാറ്റ് വരിക ബാലൻസ് ഷീറ്റ് ഓഫ് റീന സ്റ്റോർസ് ആസ് അറ്റ് 31 മാർച്ച് 2021. ഇനി ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യാപിറ്റൽ. 40,500 ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം, കറണ്ട് ലാബിലിറ്റി ഒക്കെ എഴുതാനുള്ള സ്പേസ് വിട്ടതിന് ശേഷം നമുക്ക് ക്യാപിറ്റൽ കാണിക്കാം. 40,500 ഇന്നർ കോളത്തിൽ കാണിക്കാം. അതിനോട് നമുക്ക് ഇപ്പോൾ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 28,700 റുപ്പിയാണ്. അത് നമുക്ക് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യാം. ഇപ്പോൾ കിട്ടുന്നത് 69,200. അത് ഔട്ടർ കോളത്തിൽ കാണിക്കുക. കാരണം നമുക്കിവിടെ ഡ്രോയിങ്സ് ഒന്നും തന്നിട്ടില്ല. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡ്രോയിങ്സ് കൂടി ലെസ് ചെയ്യണം. ഇപ്പോൾ ഡ്രോയിങ്സ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ടോട്ടൽ നമ്മൾ കാണിക്കുക 69,200. നെക്സ്റ്റ് പർച്ചേസ്, റിട്ടേൺ, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് അസറ്റാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ അസറ്റ് സൈഡിൽ കാണിക്കുക ക്യാഷ് ഇൻ ഹാൻഡ് 2,200. നെക്സ്റ്റ് സാലറി, റെൻറ്റ്, കമ്മീഷൻ, ഡിസ്കൗണ്ട്, വേജസ്, ക്യാരേജ്, ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് അസറ്റും ലാബിലിറ്റിയും ഉണ്ട്. ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് അസറ്റും ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലാബിലിറ്റിയുമാണ്. ഇപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് എമൗണ്ട് കോളാണ് 9,000. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റിലാണ് 6,000. ഇപ്പോൾ ഡെറ്റേഴ്സ് 9,000 എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക ഡെറ്റേഴ്സ് 9,000. സിമിലർലി ക്രെഡിറ്റേഴ്സ് 6,000 എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക ക്രെഡിറ്റേഴ്സ് 6,000. നെക്സ്റ്റ് വരുന്ന ഐറ്റമാണ് മെഷീനറി. മെഷീനറി ഒരു ഫിക്സഡ് അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക മെഷീനറി 3,000. നെക്സ്റ്റ് ഫർണിച്ചർ 10,000. ഫർണിച്ചർ 10,000 റുപ്പിയാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക ഫർണിച്ചർ 10,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 30,000. അതും അസറ്റാണ്, ഫിക്സഡ് അസറ്റ് തന്നെയാണ്. അതും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 30,000. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ആ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമുക്ക് കാണിക്കാം ക്ലോസിംഗ് സ്റ്റോക്ക് 21,000. ഇത്രയായി കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് കംപ്ലീറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഐദർ ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഓർ ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് പറഞ്ഞു. ആ ഓർഡറാണ് സാധാരണ അറേഞ്ച് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടില്ല. കാരണം നിങ്ങളുടെ എക്സാമിനേഷന് അതിന് അത്ര വലിയ പ്രാധാന്യമില്ല. പക്ഷേ മാർഷലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതേ ഓർഡറിൽ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഓർഡർ അനുസരിക്കാതെ തന്നെയാണ് തന്നിരിക്കുന്ന ഓർഡറിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിലാണോ ട്രയൽ ബാലൻസിൽ ഐറ്റംസ് തന്നിരിക്കുന്നത് അതേ രീതിയിൽ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ 75,200 രണ്ട് സൈഡിലും ഒരേപോലെ കിട്ടും. ഇനി ഒരു അസൈൻമെൻ്റ് ആണ്. ഈ അസൈൻമെൻറ്റ് ഇന്ന് തന്നെ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസർ ഉണ്ടാകും. ആ സമയത്ത് അത് വെരിഫൈ ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ ആ സമയത്ത് കറക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും ബാലൻസ് ഷീറ്റ് ടോട്ടലും ഹിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഐറ്റംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദി ഫോളോയിങ് ട്രയൽ ബാലൻസ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് മെസ്സേഴ്സ് രാം ഓൺ 31 March 2017. You are required to prepare trading and profit and loss account and balance sheet as on that date. Items ഫസ്റ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. ഫസ്റ്റ് തന്നിരിക്കുന്നത് കംപ്ലീറ്റ്. രണ്ടാമത്തെ സൈഡിൽ തന്നിരിക്കുന്നത് കംപ്ലീറ്റ് ക്രെഡിറ്റ് ബാലൻസസ് ആണ്. ഫസ്റ്റ് ഡെറ്റേഴ്സ് 12,000 ബാലൻസ് ഷീറ്റിൽ ഡെബിറ്റ് സൈഡ്. പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. കോൾ, ഗ്യാസ് ആൻഡ് വാട്ടർ എവിടെയായിരിക്കും? യെസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ഫാക്ടറി വേജസ്, യെസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. സാലറീസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. റെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്.
ഡിസ്കൗണ്ട് ഡെബിറ്റ് ബാലൻസസ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഡിസ്കൗണ്ട് അലൗഡ് ആണ്, ഡിസ്കൗണ്ട് കൊടുത്തതാണ്, നമ്മുടെ ചിലവാണ്. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. അഡ്വർടൈസ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്. ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ലാബിലിറ്റി അല്ല ഇത്, കാരണം ഡെബിറ്റ് ബാലൻസസ് ആണ് ഇപ്പം ഫസ്റ്റ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോൺ എടുത്തതല്ല, നമ്മൾ ആർക്കോ ലോണ് കൊടുത്തതാണ്. അപ്പം നമ്മൾ ലോണ് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ബാലൻസസ് ആയിട്ട് ലോൺ എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ ലോൺ എടുത്ത പൈസയല്ല, ലോൺ നമ്മൾ കൊടുത്തതാണ്, ആർക്കോ കടം കൊടുത്തതാണ്. അപ്പോൾ അവരിൽ നിന്നും പൈസ നമുക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ അസറ്റ് ആയിരിക്കും. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം ലോണ് 6000. പെറ്റി ക്യാഷ് ഇൻ ഹാൻഡ് ആണ്, അത് അസറ്റാണ്. സെയിൽസ് റിട്ടേൺ സെയിൽസിൽ നിന്നും ലെസ് ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് കാണിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ലെസ് ചെയ്യാം. മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇത് രണ്ടും അസറ്റുകളാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് മാൻ പേഴ്സണലായിട്ട് കൊടുക്കേണ്ടതാണ് ഇൻകം ടാക്സ്. ആ ഇൻകം ടാക്സ് ബിസിനസ് ആണ് പേ ചെയ്തത് എന്ന് പറഞ്ഞാൽ ബിസിനസ് മാൻ്റെ ഡ്രോയിങ്സ് ആയിട്ട് എടുക്കണം ഇൻകം ടാക്സ്. അത് ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ബിസിനസ് മാൻ പേഴ്സണലായിട്ട് കൊടുക്കേണ്ട പൈസയാണ്. അപ്പോൾ ബിസിനസ് മാൻ പേഴ്സണലായിട്ട് ഈ പൈസ കൊടുക്കുന്നതിന് പകരം ബിസിനസ്സാണ് പൈസ കൊടുത്തത്, ബിസിനസ് മാന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ബിസിനസ് മാൻ്റെ ഡ്രോയിങ്സ് ആയിട്ട് കണക്കാക്കണം. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ കാണിക്കുമ്പോൾ ക്യാപിറ്റലിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. നെക്സ്റ്റ് ഫർണിച്ചർ, അത് അസറ്റ് സൈഡിൽ കാണിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് അപ്രന്റീസ്ഷിപ്പ് പ്രീമിയം എന്ന് പറയുന്നത് നമ്മുടെ ഇൻകമാണ്, ക്രെഡിറ്റ് സൈഡിലാണ് തന്നതും. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. നെക്സ്റ്റ് ഇതവിടെ വീണ്ടും വന്നിട്ട് ഒരു ലോണ്. ഈ ലോണ് നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തതാണ്, നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ളതാണ്, നമ്മുടെ ലാബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ക്രെഡിറ്റ് ബാലൻസസിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഈ ലോണ് നമ്മൾ ലാബിലിറ്റി സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലാബിലിറ്റി സൈഡിൽ കാണിക്കുക. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാം. ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡ്. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കൊന്നും തന്നിട്ടില്ല. ഈ ഐറ്റംസ് അതേപോലെ എഴുതുക. ട്രേഡിംഗ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക. നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു. ആ അസൈൻമെൻറ്റിൻ്റെ ആൻസറാണ് ഇപ്പോഴും നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ചെയ്ത ആൻസറുമായിട്ട് ഈ ഒരു ആൻസർ കമ്പയർ ചെയ്യുക. ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്യുക.